എന്ത് ക്രൂരതയാണ് ഈ സമൂഹത്തില്. ഒരു മനുഷ്യന് പല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുക, ഒരു മനുഷ്യന്റെ കൈ പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ഇതേ അവസ്ഥ വരുവോടോ? നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പൊട്ടത്തരം എഴുതി വെക്കുമ്പോഴാണ് ആളുകൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരാൾക്ക് പല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കാറില്ല. മഹാത്മാഗാന്ധി മരണപ്പെട്ടു പോയതാ, മഹാത്മാഗാന്ധിയുടെ പല്ലൊന്നുമില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ പല്ല് ഇതായിട്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നത് ഒരു അമ്മയുണ്ട്, അവർക്ക് നിങ്ങൾക്ക് പല്ലേ ഇല്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് അയ്യോ അവർക്ക് പല്ലില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ മുന്നിൽ കിടന്ന് പൊട്ടനെ പോലെ വന്ന് ചിരിക്കുന്നോ? ഇല്ല, അതങ്ങനെയാണ്. പല്ല് കൊഴിയും, വിടവ് വരും, എല്ലാം വരും. എത്രയോ പേരുടെ പല്ലുകളൊക്കെ കൊഴിഞ്ഞ് ഹോസ്പിറ്റലിൽ, അതിനുവേണ്ടി ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് പല്ലിനെ നോക്കാനും വേണ്ടിയൊക്കെ. അപ്പൊ താൻ എന്തിനാ ആ ഹോസ്പിറ്റലിലോട്ട് പോയ? താൻ ഭ്രാന്തനെ പോലെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമല്ലോ. തന്നെ ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ എടുത്ത് വെച്ചാൽ മതി, താൻ എന്റെ ഇങ്ങനെ ഇരിക്കും. പിന്നെ പ്രത്യേകിച്ച് പിന്നെ അവിടെ പരസ്യം കൊടുക്കണ്ട, ഡെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. താനൊരു കാര്യം ചെയ്യും, ആ ഐഡി ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. താൻ എല്ലാം പല്ലു ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഭ്രാന്തരെ പോലെ. വിട്ടുകളയില്ല. ഇന്നും ഉറക്കത്തില്ല, നല്ലോണം ഉറങ്ങരുത് അവര്. അങ്ങനെ കളിയാക്കുക, ഒരാളെ ചിരിക്കരുത്. അതിപ്പോഴും ഒരാള് ഒരു വേണ്ടാധീനം കാണിച്ചാൽ നമ്മളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവരത് തുടർന്ന് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴെന്താണ്, അവർക്ക് തന്നെ അത് പിന്നെ പ്രശ്നത്തിലേക്കാവും. ഒരു പടി കിഴവിയാണ് എന്ന് പറയുന്നു. ഒരു യുവതിയായ ഒരാളെ കണ്ടിട്ട് അവന് സഹിക്കുന്നില്ല, പടി കിഴവിയാണ്. അപ്പോഴെന്താണ്, അവനെ ഡിലീറ്റ് ചെയ്തു, എടുത്തു കളഞ്ഞു. അപ്പൊ പടി കിഴവിയായി എന്ന് പറഞ്ഞ് ആസ്വദിക്കുകയാണ്. കിഴവിയായി, നിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പൊ എന്താണ്, ചെറുപ്പത്തിന്റെ തിളപ്പാണത്. അപ്പൊ ആ തിളപ്പങ്ങ് മാറ്റി കൊടുക്കണം, അയാളെ ആ അവസ്ഥയിലേക്ക് എത്തിക്കണം വേഗത്തിൽ. എനിക്കങ്ങനെ, അയാൾ ആ അവസ്ഥയിൽ വേഗം എത്തും. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതൊരു മാന്ത്രികമാണ്. അയാൾ എന്ത് ചെയ്യും, ഇനി അതിങ്ങനെ എഴുതിയിരിക്കും പടുകിഴവിയായി. അപ്പൊ നിരന്തരം അങ്ങനെ എഴുതി അതൊരു മന്ത്രം പോലെ ഇങ്ങനെ ചൊല്ലും. മന്ത്രം പോലെ ചൊല്ലുന്നത് തന്നെയാണെന്ന് അയാൾക്ക് തോന്നും. അപ്പൊ അയാൾ ഇങ്ങനെ എഴുതി അതിങ്ങനായി, ഓരോ നിമിഷവും അങ്ങനെയായി മെല്ലെ അയാളുടെ രൂപവുമൊക്കെ അതായി തീരും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. നിങ്ങളൊന്ന് എഴുതി നോക്കണം. നിങ്ങള് ഒരു യുവത്വം എന്ന് എഴുതണം. അപ്പോൾ യുവത്വമെന്ന് പറയുമ്പോഴും എഴുതുമ്പോഴും നിങ്ങളുടെ ആ രൂപം യുവത്വത്തിലേക്കാണ് വരുന്നത്. അതേസമയം വൃദ്ധൻ, കിഴവി, കിഴവൻ അങ്ങനെയും കൂടെ നോക്കണം. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആ അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇത് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ മാത്രമേ പറഞ്ഞു തരുള്ളൂ, വേറെ ആരും പറഞ്ഞു തരില്ല.